നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസങ്ങളായി കേരളവും തമിഴ്നാടും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്ന ആ തിരച്ചിൽ ഒടുവിൽ കണ്ണീരോർമ്മയായി അവസാനിക്കുകയാണ്. കന്യാകുമാരിയിൽ സന്ദർശനത്തെത്തി കാണാതായ കോട്ടയം സ്വദേശികളായ സഹോദരിമാരെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കോട്ടയം കിടങ്ങൂർ കുരിക്കാട്ടിൽ സ്വദേശികളായ ആൻ ഫിലിപ്പ് എന്ന 35 വയസ്സുകാരി, ഇളയ സഹോദരി മീര ഫിലിപ്പ് എന്ന 32 വയസ്സുകാരി എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കന്യാകുമാരി വാവുത്തുറൈ ചൂണ്ടവളവ് കടൽ മേഖലയിൽ ഇന്നലെ പുലർച്ചെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സഹോദരിമാർ നാട്ടിലെത്തിയത്. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഇരുവരും തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. മധുര, രാമേശ്വരം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷം ഏപ്രിൽ 26-ാം തീയതി വൈകുന്നേരമാണ് ഇവർ കന്യാകുമാരിയിൽ എത്തിയത്. അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഹോട്ടലിൽ നിന്ന് പുറത്തുപോയ ഇവർ പിന്നീട് തിരികെ എത്തിയിട്ടേയില്ല. 2 ദിവസം പിന്നിട്ടിട്ടും താമസിച്ചിരുന്ന മുറിയിലേക്ക് ഇവർ മടങ്ങിയെത്താതിരുന്നതിനെ തുടർന്നാണ് ഹോട്ടൽ അധികൃതർ സംശയം തോന്നിയത്. തുടർന്ന് ഹോട്ടൽ രജിസ്റ്ററിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ യുവതിയുടെ അമ്മ മേരിയാണ് ഫോൺ എടുത്തത്. മക്കൾ തിരിച്ചെത്തിയില്ല എന്ന വിവരം അറിഞ്ഞതോടുകൂടി കുടുംബം വലിയ പരിഭ്രാന്തിയിലായി. തുടർന്ന് യുവതിയുടെ പിതാവ് ഫിലിപ്പിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും ഉടൻ തന്നെ കന്യാകുമാരിയിലേക്ക് തിരിച്ചു. കന്യാകുമാരി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ നാടി നടുക്കിയ ആ വാർത്ത എത്തിയത്. ഇന്ന് പുലർച്ചെ വാവുത്തുറൈ ഭാഗത്ത് കടലിൽ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചുവന്ന മത്സ്യത്തൊഴിലാളികളാണ് കടൽ ഭിത്തിയിലടുത്തായി ചേർന്ന് കിടന്ന 2 മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത്. വിവരം അറിഞ്ഞ ഉടൻ കന്യാകുമാരി പോലീസും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ മൃതദേഹങ്ങൾ കരയിൽ എത്തിച്ചു. ബന്ധുക്കൾ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആൻ ഫിലിപ്പിന്റെയും മീര ഫിലിപ്പിന്റേതാണെന്നും തിരിച്ചറിഞ്ഞു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കടലിൽ ഇറങ്ങിയപ്പോൾ തിരമാലയിൽ അകപ്പെട്ടു പോയതാകാം അപകട കാരണമെന്നും അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അമേരിക്കയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്ന ഇവർ എന്തിനാണ് കന്യാകുമാരിയിൽ എത്തിയതെന്നും അവിടെ വെച്ച് അവർക്ക് എന്ത് സംഭവിച്ചുവെന്നും അറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സന്തോഷത്തോടുകൂടി വിനോദയാത്രയ്ക്ക് പോയ സഹോദരിമാർ ചേതനയേറ്റ ശരീരമായി മടങ്ങി വരുന്നത് കണ്ടു നിൽക്കാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സാധിച്ചില്ല. കിടങ്ങൂർ ഗ്രാമം ഈ വലിയ ദുരിതത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ. അതായത് സാധാരണഗതിയിൽ ഒരു അപകടമാണ് സംഭവിച്ചിരുന്നുവെങ്കിൽ 2 മൃതശരീരവും ഒരുപക്ഷെ 2 ഇടങ്ങളിലായി അടിഞ്ഞേനെ. എന്നാൽ ഈ 2 മൃതശരീരവും ഒരേ ഇടത്ത് തന്നെയാണ് ഇപ്പോൾ ഇതിൽ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇനി ആരെങ്കിലും കൊന്നതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോ ഇനി അപകടത്തിൽ ഒരാളെ രക്ഷിക്കാനുള്ള ഒരാളും കൂടി തിരമാലയിലേക്ക് ഇറങ്ങി ചെന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെടുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ആരെങ്കിലും അത് ശ്രദ്ധയിൽപ്പെടുമായിരുന്നല്ലോ. കാരണം കടലിൽ തിരയിൽ കളിച്ചുകൊണ്ടിരുന്ന മറ്റാരുടെയും ശ്രദ്ധ അത് പെടുമായിരുന്നല്ലോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും അമേരിക്കയിൽ സ്ഥിരതാമസമായി നല്ല നിലയിൽ കഴിയുന്ന ഇവരുടെ പെട്ടെന്നുള്ള ഈ ഒരു തിരോധാനത്തിന് പിന്നാലെയുള്ള മരണം അത് ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടോ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം വരികയുള്ളൂ. കാത്തിരുന്ന് കാണാം.